ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാരി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ പടിയിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അബിക്ക് അനഘയുടെ കോള് വരിക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ എടുത്തിട്ട് അബി ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണല്ലോ, ഇവളിതെന്തിനാ ഇപ്പം ഇങ്ങനെ വിളിക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കുകയാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വന്നവരൊക്കെ പോയോ, ചടങ്ങൊക്കെ കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ അബി പറയുകയാണ്, ഇല്ല പോയിട്ടില്ല, അവർ പോകാൻ നിൽക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അനഘ പറയുകയാണ്, അതെന്തേലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം അതെനിക്ക് നടന്ന് കിട്ടിയിരിക്കണം. നമ്മുടെ അനഘ പറയുവാണേ, നീ ചതിക്കുമെന്ന് ഉറപ്പുണ്ടായെന്നാൽ ഞാൻ തീർച്ചയായിട്ടും നിന്നെ വിളിച്ചിരിക്കും, നിന്നെ ശല്യപ്പെടുത്തിയിരിക്കും എന്നൊക്കെ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അബി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മോളല്ലേ, നിന്നെ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തത്തില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അബി പെട്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ അനഘയോട് പറയുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഫോൺ വെച്ചോളാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ടാക്കുവാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അബിയോട് ചോദിക്കും, നീ എന്താ ഇവിടുന്ന് മാറി നിന്നേന്ന് ചോദിക്കുവേ, ഇപ്പോൾ പോകാൻ ഇറങ്ങാൻ സമയമായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ അബി അപ്പോഴത്തേക്കിനും പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം കരഞ്ഞു പോകും, എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് അങ്ങനെയൊക്കെ പറയാം കേട്ടോ നവ്യേൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ നവ്യ പറയുകയാണേ, എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ നവ്യ പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ തമാശ പറയരുത് കേട്ടോ എന്നൊക്കെ പറയുവേ. അപ്പം നമ്മുടെ അഭി പറയുവാണേ, അല്ലടി നീ ഇറങ്ങാറായപ്പോഴത്തേക്കിനും മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ, ഇഷ്ടം പോലെ ഇറച്ചിയും മീനൊക്കെ കഴിക്കുന്നതല്ലേ, അറ്റാക്കാണോ എന്ന് നോക്കിക്കൊള്ളാൻ പറയും നവ്യയെ. എന്നിട്ട് പിന്നെ ആ വായി തന്നെ പറയുന്നുണ്ട്, അത് വരാനുള്ള സമയം ഇതൊക്കെ കുറവാണ്, അത് ഹൃദയം ഉള്ളവർക്കല്ലേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അഭി പറയുകയാണ്, നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് പറഞ്ഞാലും അതിന് മറുപടി ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി, എൻ്റെ മനസ്സെന്താണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നിങ്ങനെ അഭി പറയുക. അപ്പം നവ്യ പറയാണ്, നിനക്കും അറിയാം, അതുപോലെ തന്നെ എനിക്കും അറിയാം, ഭാര്യയുടെ 7ാം മാസത്തെ ചടങ്ങാണ്, മുല്ലപ്പൂ മേടിക്കാൻ പോയ ആൾ വെറും കൈയോടെ വന്നിരിക്കുക, ആരോഗ്യമോ കണ്ടിട്ട്. അത് പോട്ടെ നവ്യേ, ഇനി ഞാനപ്പോൾ നിന്നെ കാണാൻ വരുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഒരു 10 മുഴം മുല്ലപ്പൂ ഉണ്ടായിരിക്കും എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. അങ്ങനെ 10 മുഴം മുല്ലപ്പൂ ആയിട്ടൊന്നും നീ വരണ്ട, വെറുതെ ആണെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി ഇങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയ ഭാവത്തിൽ നമ്മുടെ കൈയൊക്കെ എടുത്ത് നവ്യയുടെ മുഖത്തൊക്കെ വെക്കും കേട്ടോ. അന്നത്തേക്കും നവ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്, വരും മോളെ, തീർച്ചയായിട്ടും ഡെലിവറി ആകുന്നിടം വരെ ഞാൻ തീർച്ചയായിട്ടും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫീലിങ്സ് ഒക്കെ കാണിക്കുവാണേ. അപ്പം നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഡെലിവറി കഴിഞ്ഞുണ്ടാവത്തില്ലേന്ന് ചോദിക്കുവേ. അപ്പം നമ്മുടെ അഭി പറയാണ്, പിന്നെ എന്താ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് കാണാൻ വന്നൂടെ, എൻ്റെ കുഞ്ഞിനെ നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നവ്യ പറയുവാണേ, നീ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നിൻ്റെ മനസ്സെന്താണെന്ന് നിനക്ക് നിൻ്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, എന്തായാലും നീ വാ, അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും അഭി പിന്നെ മോളെന്ന് വിളിച്ചുകൊണ്ട് പുറകെ ചെല്ലുന്നുണ്ട്. അപ്പം നവ്യ പറയണ, നീ മോളെന്നൊന്നും വിളിക്കണ്ട, നിൻ്റെ മോളെ വിളി എനിക്ക് അത്ര സൂഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങ് ഫീലിങ്സിൽ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇവൻ്റെ ഇങ്ങനത്തെയുള്ള ആക്ഷനൊക്കെ കാണുമ്പോൾ. എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു സീൻ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ദേവയാനി ഇങ്ങനെ വരുമോ കേട്ടോ, എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്, പോകാനായിട്ട് സമയമായല്ലോ. അപ്പം മുത്തശ്ശൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നമുക്ക് കാണാം. അപ്പോഴത്തേക്കും നമ്മുടെ കനക ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ദേവയാനിയുടെ മുഖത്ത് തെളിച്ചില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയും. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ആദർശമോൻ്റെ അമ്മയ്ക്ക് മരുമകളെ വിടാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എനിക്കെന്തിനാ ഇഷ്ടക്കുറവ്, ആദർശിൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് എതിർപ്പ്, അല്ലെങ്കിലേ അവൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കനക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിങ്ങനെ ചിരിക്കും കേട്ടോ. എത്ര നാൾ നിന്നാലും എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദുവും അതുപോലെ കനകയും ഗോവിന്ദനും ഒക്കെ ഒന്നാക്കി ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയാണ്, എന്നാൽ ആ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ അവിടെ കാണുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവണം, ഞങ്ങളുടെ മോള് നയനമോള് വീട്ടിലില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിനിപ്പോൾ അവൾ കുളിച്ചൊരുങ്ങി ആദർശിനൊപ്പം ജോലിക്ക് പോവല്ലേ, അവൾ മൊത്തം സമയം വീട്ടിലില്ലല്ലോ, എന്നാൽ രാവിലെ കാഴ്ച കാണുന്നതും വൈകുന്നേരം പുഞ്ചിരിച്ചുകൊണ്ട് കയറി വരുന്നതും ഒരു സന്തോഷമാണെന്ന് അയാൾ പറയുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയെ. അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും ഞങ്ങളുടെ മരുമോളെ അമ്മായിമ്മ സ്നേഹിക്കാത്തതിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട്, അങ്ങനെ വിഷമമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വീട് നിർത്തിക്കോ, ഞങ്ങളൊന്നും വേണ്ടെന്നൊന്നും പറയുന്നില്ലെന്നൊക്കെ ഇപ്പോൾ ദേവയാനി വീണ്ടും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊരു വമ്പൻ ടിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അനി വന്നതും നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ നോക്കുവാണ്. അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും കനക
പെട്ടെന്ന് ഇങ്ങനെ ദേവയാനി നോക്കിക്കൊണ്ടിരുന്ന കണ്ണ് വീണ്ടും നമ്മുടെ നന്ദുവിൻ്റെ മുഖത്തേക്ക് തിരിയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ വേണുവും അങ്ങോട്ടേക്ക് ഇങ്ങനെ നന്ദുവിനെ നോക്കുവാണ്, ഇവർ തമ്മിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ വേണു പറയുന്നുണ്ട്, അനുമോൻ്റെ ഭാര്യ ഇവിടെ കാണുമെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചതെന്ന് പറയും. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, ആ കൊച്ചിൻ്റെ കാര്യമൊന്നും പറയണ്ട, അവളാകെ തെറ്റിദ്ധരിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ കൊച്ചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, ഇവൻ വേണ്ടത്ര രീതിയിൽ ആ കൊച്ചിനെ സ്നേഹിക്കുന്നില്ല, പിന്നെ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കുഴപ്പം. ആ കുട്ടിയുടെ എല്ലാ അഹങ്കാരത്തിനും അവർ കൂട്ടു നിൽക്കുകയാണ്, അതാണ് മെയിൻ പ്രശ്നം. അപ്പം നമ്മുടെ ദേവേനി പറയുന്നുണ്ട്, ഇവനാണെങ്കിൽ വിളിക്കാറുമില്ല, അങ്ങോട്ടൊന്നും പോകാറുമില്ല എന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയുകയാണ്, വിളിച്ചാലും വരത്തില്ല മുത്തശ്ശ, പിന്നെ എന്തിനാണ് ഞാൻ പോയി വിളിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, നീ നമ്മുടെ ആദർശിനെ നയനയും കണ്ടില്ലേ, അവരെത്രമാത്രം വഴക്കടിച്ച് നടന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടോ, ഒരു ദിവസം പോലും അവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുകയാണ്, അതുകൊണ്ടാണല്ലോ എനിക്ക് അവളുടെ കാല് പിടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ സ്വന്തം വീട്ടിലേക്ക് പോയാലും അവളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ പോകേണ്ടി വരുന്നത്. ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ടാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ആദർശൻ നയനെ അങ്ങോട്ടേക്ക് വരുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുവേ, ഒത്തിരി ദിവസം ഒന്നും നിൽക്കല്ലോ കേട്ടോ, ഇവിടെയും വേണം ഞങ്ങൾക്ക് മോളെ എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ആദർശ് പറയും, 1-2 ദിവസത്തേക്കിനെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇവള് പോകുന്നതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ ദേവേനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കനക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എത്ര ദിവസം നിൽക്കണമെന്ന് ഞാനും ഒന്ന് തീരുമാനിക്കട്ടെ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തലയാട്ടുന്നുണ്ടേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഡിമാൻഡ് ഇടാനൊന്നും നിന്നേക്കല്ലേ, അതുപോലെ ഇവൻ്റെ സ്വഭാവത്തെ ചൂഷണം ചെയ്യാനും നോക്കിയേക്കരുത് എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ നയനെ ചോദിക്കുവേ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുവേ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ, അതുപോലെ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയും കേട്ടോ, അമ്മേ അവൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ ദേവേനി പറയുകയാണ്, അവളെ എത്ര നാൾ വേണമെങ്കിലും അവിടെ നിന്നോട്ടെ, എനിക്കൊരു കുഴപ്പവും ഇല്ല. അപ്പം നിൽക്കുന്ന നമ്മുടെ കനകയൊക്കെ വാ പൊളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടത്തിൽ ചേർത്തി പറയുകയാണ്, നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് പോകുന്ന സമയത്തെങ്കിലും മോളെ നല്ല വാക്ക് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കാൻ നോക്ക് ദേവയാനി. അപ്പോഴത്തേക്കും നമ്മുടെ അഭി നവ്യയായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശി പറയുകയാണ്, നമ്മുടെ 7ാം മാസക്കാരി എത്തിയല്ലോ, മോളെ നന്നായിട്ട് ശരീരമൊക്കെ നോക്കണം, അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല. അപ്പോഴും ഒരു അപകടമുണ്ട്, അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് അമ്മക്കൊക്കെ. ഒരുപാട് വാരി കഴിച്ചിട്ട് വണ്ണമൊന്നും കൂടുതൽ കൂട്ടല്ലേ, ഭക്ഷണത്തോട് ഇയാൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നറിയാം, അതുകൊണ്ടാണ് ഇയാളിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി, എപ്പോഴും കുഞ്ഞിനെ പറ്റി ഒരു ചിന്ത വേണം മോളെ എന്നിങ്ങനെ അഭി പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയനയും ആദർശം മുഖത്തോട്ട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിക്കോളാം, ഇവൻ ഇപ്പോഴല്ലേ എന്നെ സ്നേഹിക്കുന്നത്, ഈ സ്നേഹത്തിന് ഒരു കുറവും വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് എന്നെ കാണാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ വന്നാൽ മതി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വാക്കിന് വിലയില്ലാത്തവനാണ്, വ്യവസ്ഥയില്ലാത്തവനാണ്, എന്നൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കിനും ജലച്ചി അങ്ങോട്ടേക്ക് വരുവാണേ. നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മരുമകൾ ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്കിനും ഒളിച്ചിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കേ. ഞാൻ എന്തിനാണ് ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ ജലജ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇനി സമയമായി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് സന്തോഷത്തോടു കൂടി ഇറങ്ങുവാണേ. പിന്നെ നമ്മുടെ നയനെ ഇങ്ങനെ സങ്കടത്തോടെ മുത്തച്ഛനോട് പറയേ, പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും നയനയുടെ കണ്ണ് മുഴുവൻ നമ്മുടെ ദേവയാനിയുടെ മുഖത്തേക്കാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുകയാണ് ശരി എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നെ കനക അന്നത്തേക്കിനും പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഇറങ്ങും കേട്ടോ. അപ്പം ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പടിക്കലെത്തിയിട്ട് നയനെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനപ്പം ചിരിക്കുന്നൊക്കെ ഉണ്ട്. ദേവാനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ടാറ്റയൊക്കെ പറഞ്ഞ് വിടും കേട്ടോ. അവർ കാറിൽ കയറി പോവുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇങ്ങനെ പറയാം, ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ലൊരു സമാധാനം ഉണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ അബി ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരും കേട്ടോ. എടാ, ഞാൻ അവരുടെ മുന്നിൽ വെച്ചൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇങ്ങനത്തെ തോന്നിവാസിന് കാണിച്ചുകൊണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. 7ാം മാസത്തെ ചടങ്ങിൻ്റെ സമയത്ത് പോലും നീ വന്നില്ല, നിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് നീ പാലിച്ചില്ല, ഈ രീതിയൊക്കെ നീ മാറ്റിക്കോണം, മനസ്സിലായോ നിനക്ക്? മനസ്സിലായി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണേ. അതുപോലെ നയനമോളുടെ അച്ഛനും അമ്മയൊക്കെ വരുമ്പം കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ വേണം നീ പെരുമാറാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ദേവയാനിയും വഴക്ക് പറയുന്നുണ്ട്. നിൻ്റെ മകൻ്റെ ഭാര്യ മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ ഐശ്വര്യമാണ് ആ കുട്ടി, അതുകൂടി നീ മനസ്സിലാക്കിക്കോണം. അതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാച്ചാ, അവൾ പോയതിൻ്റെ വേദനയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ദേവയാനി ഇങ്ങനെ മനസ്സിൽ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനും കനകയും നമ്മുടെ നവ്യയും നയനയും നന്ദുവും എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി വീട്ടിലോട്ട് കയറി വരുന്ന സീനാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്,
അല്ല, എൻ്റെ മോൾക്ക് ഇന്ന് ഭയങ്കര സങ്കടമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഇളയ മോൾക്കാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് സന്തോഷം ഉണ്ടായിരുന്നത്. മൂത്ത മോൾ ഇങ്ങോട്ട് വരാറേ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ മോൾക്ക് ഒരു ചെറിയൊരു സങ്കടം പോലെ ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ നയനയുടെ മുഖത്ത് നോക്കിയിട്ട് ഗോവിന്ദൻ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, ആര് പറഞ്ഞു സങ്കടമുണ്ടെന്ന്? എനിക്ക് സങ്കടമൊന്നും ഇല്ലെന്ന് പറയുവേ. അപ്പം നമ്മുടെ നന്ദു പറയുവാണേ, ആര് പറഞ്ഞു അങ്ങനെ ഇല്ലെന്ന്? ചേച്ചിയുടെ മുഖത്ത് നോക്കിയെന്നാൽ അറിയാലോ നല്ല സങ്കടമുണ്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ കനക കുത്താൻ കിട്ടുന്ന സമയം നോക്കിയിട്ട്, മോളുടെ അമ്മായിയമ്മയ്ക്ക് അല്ലെങ്കിലും നിന്നോട് ഇഷ്ടമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണേ. അമ്മായിയമ്മമാരോട് പോകാൻ പറയാമേ. ആദർശേട്ടന് ഇവളെന്ന് വെച്ചെന്ന ജീവനാ. അതുകൊണ്ട് ആദർശേട്ടനെ പിരിഞ്ഞതിൻ്റെ വിഷമം ഇവക്കെന്നിങ്ങനെ നവ്യ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, അതിനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആദർശിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എൻ്റെ കാര്യമോ കഷ്ടത്തിലായത്, അഭി ഇനി വന്നെങ്കിലായി. നവ്യമോളെ, പക്ഷേ അവൻ സ്നേഹത്തോടെയാണല്ലോ യാത്ര അയച്ചതൊക്കെ എന്നിങ്ങനെ നമ്മുടെ കനക ചോദിക്കുന്നുണ്ട്. എന്തോന്ന് സ്നേഹം അമ്മേ, മുല്ലപ്പൂ മേടിക്കാനാന്നും പറഞ്ഞ് പോയിട്ട് എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞിട്ടല്ലേ ഇന്ന് വന്നത്. അല്ലെങ്കിലും അവൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നടന്നിട്ടേ നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷമല്ലേ എൻ്റെ മക്കൾ ഇവിടെ ഒന്നിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുവാണേ, ഇനി എന്തായാലും ഞാൻ ക്യാമ്പിലേക്ക് പോയിട്ട് ചേച്ചി പോയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നവ്യെ എന്ന് പറയുവാണേ, അതിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ആലോചിക്കാൻ ഇങ്ങനെ കനക പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞ് ചെല്ലാമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്ന അമ്മയെന്നിങ്ങനെ പറയുവേ. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് ചെന്നില്ലെങ്കിൽ മോളെ പിടിച്ചിട്ട് അവിടെ ആരെങ്കിലും വിഴുങ്ങുമോ? അപ്പോൾ നമ്മുടെ കനക പറയുകയാണ്, അല്ലെങ്കിലും ആദർശമോൻ്റെ അമ്മയ്ക്ക് മോൾ ഇങ്ങോട്ട് വന്നതിൽ ഭയങ്കര സന്തോഷമാണ്. അതുപോലല്ലായിരുന്നു ആദർശേട്ടൻ്റെ അമ്മ ചേച്ചീനെ ഓരോന്ന് പറഞ്ഞ് കുത്തിക്കൊണ്ട് നിന്നത് എന്നിങ്ങനെ നന്ദുവും പറയുന്നുണ്ടേ. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക ബാഗൊക്കെ മേടിച്ചുകൊണ്ട് വാ മോളെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നയന ഇഞ്ചി കടിച്ച് അണ്ണാനെ പോലെയായി നിൽക്കുകയാണേ. നമ്മുടെ നന്ദു ആണെങ്കിൽ ഒന്ന് ആക്കി നോക്കിയിട്ട് ഉള്ളിലേക്ക് പോകും കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനെ കേട്ടോ. ദേവയാനെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കൈയൊക്കെ നിർത്തി വെച്ചിട്ട് തലയൊക്കെ താഴ്ത്തി കിടക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. മൊത്തത്തിലൊരു ശോകമൂകമായ അവസ്ഥയാണ് നമ്മുടെ അനന്തപുരി. അന്നത്തേക്കിനും ജയൻ വന്നിട്ട് ചോദിക്കും, എന്താടോ തനിക്കൊരു വിഷമോ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് ചാടി എണീച്ചിട്ട്, വിഷമോ എനിക്കോ എന്നിങ്ങനെ നാടകം കളിക്കുവാണേ. ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അന്നേരം നമ്മുടെ ജയൻ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് വന്ന 2 മരുമക്കളാണ് ഇന്നിവിടെ നിന്ന് പോയത്. അതിൻ്റെ വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു എന്ന് പറയുവേ. അതിന് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇരുന്നിടത്തുനിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പാചകമൊക്കെ ചെയ്യുന്നത് ഞാനായിരുന്നു. അപ്പോൾ 2 പേര് കുറഞ്ഞല്ലോ. അപ്പോൾ അതിനെ കുറഞ്ഞ് എനിക്കിനി പാചകമൊക്കെ ചെയ്താൽ മതിയല്ലോ എന്നിങ്ങനെ പറയുവാണേ. അത് തന്നെയല്ല ജോലിഭാരവും കുറയുമല്ലോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജയൻ പറയുകയാണേ, അവർ യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും തൻ്റെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അവൾക്കിപ്പോൾ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ കൂടെ എടുത്ത് പറയുന്നുണ്ട് ജയേട്ടൻ്റെ മരുമകൾക്കെന്ന്. അപ്പോഴത്തേക്കിനും ജയൻ ചോദിക്കുന്നുണ്ട്, അത് തൻ്റെയും കൂടെ മരുമകളല്ലേ? അന്നേരത്തേക്കിനും പറയുന്നുണ്ട്, അതിന് ഞാൻ ആ പദവി അവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണേ, അവളുടെ അമ്മ വിളിച്ച ഉടനെ അമ്മയുടെ കൂടെ അങ്ങ് പോയില്ലേ, ഇനിയിപ്പോൾ നമ്മുടെ മോൻ്റെ വിഷമം മുഴുവൻ ഞാൻ കാണണ്ടേ? എടോ നന്ദു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പോലീസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടായിരിക്കും ഗോവിന്ദനും കനകയൊക്കെ മക്കൾ 3 പേരും കൂടെ അവിടെ നിൽക്കണമെന്ന് ഏത് അച്ഛനും അമ്മയും ആഗ്രഹിക്കാത്തത്. അതുകൊണ്ടായിരിക്കും അവരെ കൂട്ടിയത്. അതൊരു സന്തോഷമല്ലേടോ, അതിനൊക്കെ എന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? താൻ എത്രയോ ദിവസം തൻ്റെ വീട്ടിൽ പോയി നിന്നിരിക്കുന്നു, അതിനിവിടെ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവേന് പറയുകയാണ്, ആദർശത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അവന് കാണണമെന്ന് തോന്നുമ്പോഴത്തേക്കിനും അവിടെ പോയിട്ട് കാണാമല്ലോ എന്നിങ്ങനെയൊക്കെ ജയൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്, ഭാര്യ വീട്ടിലൊക്കെ പോകുന്നത് നമ്മുടെ അന്തസ്സിന് ചേർന്ന പരിപാടിയാണോ? അപ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുന്നുണ്ട്, ഭർത്താവ് ഇതിൽ അന്തസ്സ് കേടോ ഒന്നുമില്ല. ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതാണ് എന്താ കുഴപ്പം? അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്നേ. ഇപ്പോഴാണെങ്കിൽ അവർ നല്ലൊരു വീട്ടിലും അല്ലേ താമസിക്കുന്നത്. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, അതും അഡ്രസ്സല്ലേ എടുത്തു കൊടുത്തത്, ഇനി അതും പേരിൽ എഴുതി കൊടുത്തോ എന്തോ? അപ്പോൾ നമ്മുടെ ജയൻ പറയുന്നുണ്ട്, എഴുതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ലക്ഷങ്ങളുടെ പ്രോഫിറ്റല്ലേ നമുക്ക് നയനമോള് കാരണം നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആദർശം അങ്ങനെ ഒരു നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിനെ എതിർക്കാനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ലെന്ന് ഇങ്ങനെ ദേവയാനി പറയുവാണേ. അതെ,
താനിങ്ങനെ വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞിട്ട് മകനെയും മരുമകളെയൊക്കെ ഒന്ന് ഉപദേശിക്കാൻ നോക്ക്. പ്രസവത്തിന് പോയാൽ നവ്യ ഇനി കുഞ്ഞുമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പോഴത്തേക്കിനും നമുക്കും വേണ്ടേ ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവനെ ജയേട്ടൻ ഉപദേശിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ജയൻ പറയുന്നുണ്ട്, ഞാൻ അവനെ ഉപദേശിക്കുമ്പോഴത്തേക്കിനും മരുമകളിനെ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കല്ലേ ഉള്ളത്, താനത് ചെയ്യണമെന്ന് പറയുന്നുണ്ടേ. തനിക്കത് പറ്റത്തുമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെയൊക്കെ ജയൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് ദേവേനി വിഷയം മാറ്റുവാണ്. എനിക്കൊന്നും അതൊന്നും വയ്യ, ഇന്നലെ മുതൽ ഭയങ്കര ക്ഷീണമായിരുന്നു, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, എനിക്കൊന്ന് വിശ്രമിക്കണം. പിന്നെ ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് 4-5 ജോലിക്കാരുള്ള വീടായിരുന്നു, അപ്പം താൻ എന്തിനാ അവരെയൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്? ശരീരം അനങ്ങി ജോലി ചെയ്യണമെന്ന് ഡോക്ടറല്ലേ പറഞ്ഞത്, അതുകൊണ്ട് വീട്ടു ജോലിയൊന്നും എനിക്കൊരു ഭാരമല്ല. അപ്പോഴത്തേക്കിനും ദേവേനെ വീണ്ടും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ജയൻ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇനി തനിക്ക് ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും ഞാനൊരു കാര്യം പറയും. ഈ വീട് നമ്മുടെ നയനമോള് പോയി കഴിഞ്ഞാൽ ഈ വീട് ഉറങ്ങിയതുപോലെയാണ്. അത് അച്ഛനും അമ്മയും പറയുന്നത് പോലെ അത് സത്യമാണ്. വേറെ ആരില്ലെങ്കിലും ആ ഒരു കുറവായിട്ട് തോന്നത്തില്ല. പക്ഷേ നയനയില്ലെങ്കിൽ അത് നല്ലൊരു കുറവായിട്ട് നമുക്കൊക്കെ അനുഭവപ്പെടും. കണ്ടോ. അപ്പം മോന് മാത്രമല്ല അച്ഛനും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ദേവയാനി പറയുവാണേ. പിന്നെന്തിനാ എല്ലാവരും കൂടെ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? സത്യം പറഞ്ഞാൽ ഞങ്ങളെ കഴിഞ്ഞും ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അവളെയല്ലേ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ വന്ന് വിളിച്ചപ്പോൾ തന്നെ അവൾ അങ്ങോട്ട് പോയതില്ലേ എനിക്ക് ഇത്ര ദേഷ്യം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവേനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്തായിട്ട് കാണിക്കുന്ന നമ്മുടെ അഭി വീണ്ടും അനഘേനെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അവർ പറയുകയാണ്, ഞാൻ വീണ്ടും നിന്നെ വിളിച്ചത് എൻ്റെ മോളുടെ കാര്യത്തിന് തീരുമാനമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മോളെ നീ ഏറ്റെടുക്കുക തന്നെ വേണം. ഞാൻ മരിച്ചു പോയെന്നാലും നീ എന്നെ പറ്റിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അപ്പോഴത്തേക്കിനും നീ മോളെ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടേ. നീ അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട, നിൻ്റെ വാക്കിനൊന്നും ഒരു വിശ്വാസ്യതയില്ല. നീ കല്യാണം കഴിച്ചെന്നാലും വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുമെന്ന് എനിക്കറിയാം, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് കൂടത്തിൽ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും പറ്റിക്കാനായിട്ട് നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇവിടെയുള്ളവർക്ക് കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അറിയുള്ളൂ. പക്ഷേ UK അവിടെ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാലും അവർ നിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും വന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കും. അതുകൊണ്ട് നീ അനാവശ്യ കാര്യങ്ങളൊന്നും മനസ്സിൽ ചിന്തിച്ച് കൂട്ടണ്ട എന്നിങ്ങനെയൊക്കെ നമ്മുടെ അനഘ പറയുവാണേ. നീ എൻ്റെ കാര്യമൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരുപാട് ടെൻഷനിലൂടെയാണ്, എൻ്റെ ഓർമ്മശക്തി പോലും കൂടെ പോകുന്നുണ്ട്, അത്രയ്ക്ക് പ്രശ്നത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതിനിടയ്ക്ക് മകളുടെ കാര്യം കൂടി ശ്രദ്ധിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നീ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, മകളെ നീ അനാഥാലയത്തിലെങ്ങാനും വിടാനുള്ള ചിന്ത വല്ലതുമാണെങ്കിൽ അതും നീ അങ്ങ് മാറ്റിയേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭിയൊക്കെ പറയുന്നുണ്ട്, എൻ്റെ കാര്യം നീ എന്താണ് ആലോചിക്കാത്തത്? നീ സത്യം പറഞ്ഞാൽ നേരത്തെ വരുമായിരുന്നെങ്കിൽ ഞാൻ കല്യാണം പോലും കൂടെ മാറ്റി വെച്ചിട്ട് നിന്നെ ഞാൻ സ്വീകരിച്ചേനെ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, നിനക്ക് നിൻ്റെ ഭാവി നിൻ്റെ കാര്യം പറഞ്ഞു നോക്കും. പക്ഷെ ഞാനാണെങ്കിൽ എൻ്റെ കാര്യം അങ്ങനെയാകും. പക്ഷെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുണ്ട്, എൻ്റെ മോള്, അവളെ ഒറ്റപ്പെടുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുവാണേ. അതുകൊണ്ട് തന്നെ UK എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് നിൻ്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറയുന്നത് ഇതായിരിക്കും, നിൻ്റെ മോളാണ് ചന്തു മോളെന്ന് എന്ന് പറയുന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്